പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് കേസിൽ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങളിൽ സ്വീകരിച്ച നടപടികൾ അറിയിക്കാൻ രജിസ്ട്രാർക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശം. തിങ്കളാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം നൽകിയത്. ഡിജിറ്റൽ തെളിവ് സൂക്ഷിക്കുന്നതിൽ സർക്കുലർ വേണമെന്ന സർക്കാർ ആവശ്യത്തിലാണ് നടപടി. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് പരിശോധന ഇത് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിച്ച നടപടികൾ അറിയിക്കാനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ജില്ലാ കോടതികളുടെ ചുമതലയുള്ള ഹൈക്കോടതി രജിസ്ട്രാർക്കാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നേരത്തെ ജില്ലാ ജഡ്ജി ആരോപണ വിധേയയായ ഒരു സംഭവമാണിത്. അതിജീവിത കോടതിക്കെതിരെ അടക്കം രംഗത്ത് വരുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട കേസാണ്. ആജ്ഞ രവീന്ദ്രൻ നമുക്കൊപ്പം ചേരുകയാണ്. ആജ്ഞ, എന്താണ് കോടതിയുടെ നിർദ്ദേശം? സജിത്ത്, മെമ്മറി കാർഡ് 3 തവണ അനധികൃതമായി നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് അനധികൃതമായി 3 തവണ പരിശോധിച്ചു എന്ന് കാണിച്ച് നടി കോടതിയെ സമീപിച്ചതിൽ ഡിജിറ്റൽ തെളിവുകൾ സൂക്ഷിക്കുന്നതിൽ സർക്കുലർ വേണമെന്ന സർക്കാരിന്റെ ഉപഹർജിയിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിരിക്കുന്നത്. മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ടുള്ള കേസിലെ മാർഗനിർദ്ദേശങ്ങളിൽ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു എന്ന് വ്യക്തമാക്കണം. അതുപോലെ തന്നെ ജില്ലാ കോടതികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജില്ലാ കോടതികളുടെ കാര്യങ്ങൾ നോക്കുന്ന ഹൈക്കോടതിയിലെ രജിസ്ട്രാർക്കാണ് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തിങ്കളാഴ്ചക്കകം തന്നെ ഈ റിപ്പോർട്ട് നൽകണം. മാത്രമല്ല, ഇതിനകത്ത് ഈ സർക്കുലറിൽ ഉപഹർജിയിൽ DGPയും ചീഫ് സെക്രട്ടറിയും റിപ്പോർട്ട് നൽകണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2018 ജനുവരി 9 അങ്കമാലി മജിസ്ട്രേറ്റായിരുന്ന ലീന റഷീദ് ഈ മെമ്മറി കാർഡ് ആദ്യമായി പരിശോധിക്കുന്നത്. തുടർന്ന് അതേ വർഷം തന്നെ ജില്ലാ ജഡ്ജിയുടെ പി ആയിരുന്ന മഹേഷ് മോഹൻ ഇതിനകത്ത് വീണ്ടും പരിശോധന നടത്തുന്നു. അതിൽ മാത്രമല്ല 2021 സിർസദാർ താജുദ്ദീന്റെ വിവോ ഫോണിൽ ഈ മെമ്മറി കാർഡ് പരിശോധിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. ജസ്റ്റിസ് ഹണിയം വർഗീസിന്റെ അന്വേഷണത്തിലാണ് ഈ കണ്ടെത്തലുകളൊക്കെ നടന്നത്. ഇതേ തുടർന്നാണ് ഇത്തരത്തിൽ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചുവെന്ന് കണ്ടെത്തിയതും. അത് മാത്രമല്ല, ഈ താജുദ്ദീൻ സിർസദാർ താജുദ്ദീന്റെ വിവോ ഫോണ് തൃശൂരിനും എറണാകുളത്തിനും ഇടയ്ക്ക് നഷ്ടപ്പെട്ടു എന്നൊരു പരാതി കൂടി താജുദ്ദീൻ കോടതിയെ ബോധിപ്പിക്കുകയുണ്ടായി. എന്നാൽ ഇതിനകം ഈ ഫോൺ നഷ്ടപ്പെട്ടതായി പോലീസിലോ അതല്ലെങ്കിൽ സിം ബ്ലോക്ക് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സർവീസ് പ്രൊവൈഡറെ താജുദ്ദീൻ സമീപിച്ച് കണ്ടില്ല എന്നൊരു പരാതി കൂടി നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിത ഉന്നയിക്കുകയുണ്ടായി. ഇതേ തുടർന്നാണ് സർക്കാർ ഇങ്ങനെ ഒരു ഉപഹർജി നൽകുന്നത്. അതായത് ഡിജിറ്റൽ തെളിവുകൾ സൂക്ഷിക്കാൻ സർക്കുലർ വേണം. അത് സൂചിപ്പിച്ചുകൊണ്ടുള്ള ഉപഹർജിയിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. ആജ്ഞ, തന്റെ സ്വകാര്യത ലംഘിക്കപ്പെട്ടു, കോടതി അതിന് സംരക്ഷണം നൽകേണ്ട കോടതി തന്നെ അത് സംരക്ഷിച്ചില്ല തുടങ്ങിയ വലിയ ആക്ഷേപങ്ങൾ അതിജീവിത ഈ കേസുമായി ബന്ധപ്പെട്ട് ഉയർത്തിയതാണ്. ഇപ്പോൾ ഇതിൽ സർക്കാർ ഈ ഡിജിറ്റൽ തെളിവുകൾ സൂക്ഷിക്കുന്നത് സംബന്ധിച്ച മാർഗനിർദ്ദേശം എന്ന ആവശ്യമുണ്ട്. ഇതിലാണിപ്പോൾ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടാവുന്നത്. കോടതിയുടെ ഇപ്പോഴത്തെ ഈ നിർദ്ദേശങ്ങൾ ഉണ്ടാകുമ്പോൾ ഇക്കാര്യത്തിൽ എന്ത് തുടർ നടപടികൾ ഉണ്ടാകുന്നുവെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ. ഒപ്പം അതിജീവിത ഉന്നയിച്ച ആക്ഷേപങ്ങളിലടക്കം തുടർ നിയമ നടപടികളുടെ സാധ്യത അതും എങ്ങനെയാണ്? സജിത്ത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ സർക്കാർ ഇക്കാര്യത്തിൽ, അതായത് ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു തെളിവ് കോടതിയിൽ സമർപ്പിച്ചപ്പോൾ, മെമ്മറി കാർഡ് സമർപ്പിച്ചപ്പോൾ അതുപോലും മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു തരത്തിലേക്ക് അധികൃതർ പോലും നീങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ്. പ്രത്യേകിച്ചും അങ്കമാലി മജിസ്ട്രേറ്റ് ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ സ്വകാര്യ ഫോണിൽ നടിയെ ആക്രമിക്കപ്പെട്ട അല്ലെങ്കിൽ നടി പീഡിപ്പിക്കപ്പെട്ട ദൃശ്യങ്ങൾ കണ്ടു എന്നൊരു സാഹചര്യത്തിലേക്ക് വന്നപ്പോഴാണ് ഇത്രയും ക്രൂഷ്യലായ ഒരു നീക്കത്തിലേക്ക് സർക്കാർ നീങ്ങിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ സർക്കാരിന് ഇപ്പോൾ ഇതിനകത്ത്, അതായത് ഡിജിറ്റൽ തെളിവുകൾ സൂക്ഷിക്കുന്നതിനുള്ള സർക്കുലർ കൃത്യമാക്കുക, അത് അല്ലെങ്കിൽ ഡിജിറ്റൽ തെളിവുകൾ സേഫ് ആക്കി വെക്കുക എന്നൊരു ആവശ്യം കൂടി ഇതിൽ ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സർക്കാരിന്റെ ഈ ഉപഹർജിയിൽ ചീഫ് സെക്രട്ടറിയും അതുപോലെ DGPയും റിപ്പോർട്ട് നൽകണമെന്നും കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം അനധികൃതമായി അധികാര കേന്ദ്രങ്ങൾ തന്നെ ഇത്തരത്തിലേക്ക് നീങ്ങിയ ഒരു സാഹചര്യം, അതുപോലെ വിവോ ഫോൺ നഷ്ടപ്പെട്ട ഒരു സാഹചര്യം,
നഷ്ടപ്പെട്ട വിവോ ഫോണിനെതിരെ പരാതി നൽകാത്തതും അതുപോലെ സിം ബ്ലോക്ക് ചെയ്യാത്ത ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് നടി തന്റെ സ്വകാര്യതയെ മാനിക്കുന്ന അല്ലെങ്കിൽ അപമാനിക്കുന്ന തരത്തിലേക്ക് ഈ കേസ്, ഈ മെമ്മറി കാർഡ് കേസ് മാറി എന്ന് കോടതിയെ ബോധ്യപ്പെടുന്നത്. അതിനുശേഷമാണ് സർക്കാർ ഇങ്ങനെ ഒരു ഉപഹർജി കൂടി കോടതിയിൽ സമർപ്പിച്ചത്. സജിത്. യെസ്, അതാണ് ആജ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ കോടതിയിലെത്തുന്ന തെളിവുകൾ സ്വകാര്യത ലംഘിക്കുന്ന തരത്തിൽ ചോരുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കോടതിയിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ അതിൽ വേണ്ടത്ര ജാഗ്രത കാണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും നമ്മുടെ ജുഡീഷ്യറിയുടെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യുന്ന നടപടിയാവും. ഇക്കാര്യത്തിലാണ് ഇപ്പോൾ നടപടി ഉണ്ടാവുന്നത്. ഇത് ഈ സർക്കാരിന്റെ തുടർ നീക്കം അതിജീവിത ഉന്നയിച്ച ആക്ഷേപം ശരിവെക്കുന്ന തരത്തിലേക്കല്ലേ ഇപ്പോൾ സർക്കാരിന്റെ ഒരു നീക്കം ഉണ്ടാവുന്നത്? അത് സംബന്ധിച്ച് അതിജീവിതയോ അല്ലെങ്കിൽ അവരുടെ അഭിഭാഷകരുടെയോ വല്ലതും പ്രതികരണം നമുക്ക് ലഭ്യമാവുന്നുണ്ടോ? സജിത്ത്, ഈ വിധി വന്നിട്ട് അല്പസമയമായിട്ടേ ഉള്ളൂ. പ്രതികരണങ്ങൾ ഉടനെ ലഭ്യമാകുമെന്നാണ് ഇതിനകത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത്. സജിത്ത് സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ അതിജീവിതയെ അപമാനിക്കുന്ന തരത്തിലുള്ള നീക്കമാണ് കോടതി, പ്രത്യേകിച്ചും അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യം ഉറപ്പിക്കുന്ന തരത്തിലാണ് സർക്കാർ. അതിനെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരുപക്ഷെ ഇത്തരത്തിലൊരു ഉപഹർജി കൂടി അതിന് ക്ലിയറായി അത് ഏത് തരത്തിൽ അതിനെ ഹാൻഡിൽ ചെയ്യണം എന്നൊരു തരത്തിലേക്ക് എന്നൊരു സർക്കുലർ വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ച് സർക്കാർ ഒരു ഉപഹർജിക്ക് സമർപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും തിങ്കളാഴ്ചക്കകം നടപടികൾ അറിയിക്കണം എന്ന് തന്നെയാണ്, റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന് തന്നെയാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട നീക്കമാണ്. കാരണം കോടതിയിൽ നിന്നും ഇത്തരം സ്വകാര്യതാ ലംഘനമുണ്ടായി എന്ന ആക്ഷേപത്തിലാണ് ഇപ്പോൾ തുടർ നടപടികളിലേക്കും നീക്കങ്ങളിലേക്കും കടക്കുന്നത് എന്നതാണ്. എന്തായാലും വരുന്ന മണിക്കൂറിൽ അതിന്റെ തുടർച്ച നമുക്ക് പ്രതീക്ഷിക്കാം.